ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എണ്ണി പറഞ്ഞു, വദഹറത്തിൽ അസ്വാതു ഫിൽ മസാജിദി, പള്ളി മേത്തരം ബഹുമാനമുള്ളതാണ്. പള്ളികളിൽ അപശബ്ദങ്ങൾ, പള്ളികളിൽ ആവശ്യമില്ലാത്ത ശബ്ദങ്ങൾ ഉയർന്നു വന്നാൽ ഭൗതിക സംസാരങ്ങൾ ഒരിക്കലും പള്ളിയിൽ വരരുത്, ഒരിക്കലും പള്ളിയിൽ ഉണ്ടാവരുത്. ഫോൺ വന്നാൽ അത് വിളിക്കാൻ വേണ്ടി പള്ളിയുടെ ചെരുവിലേക്ക് പോകണം. എന്തിനാ പള്ളിക്ക് വരാനുണ്ടാക്കിയത്? ആദ്യമായി പള്ളിക്ക് വരാനുണ്ടാക്കിയത് സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. മദീന പള്ളി വരാനുണ്ടാക്കിയിട്ട് മഹാനവറുകൾ ഉള്ളിൽ ചെന്നിട്ട് പറഞ്ഞു, സംസാരിക്കണമെങ്കിൽ, ആരെങ്കിലും അന്വേഷിക്കണമെങ്കിൽ, കളഞ്ഞുപോയ ഏതെങ്കിലും സാധനം വന്ന് വിളിച്ചു പറയണമെങ്കിൽ ഈ വരാന്തയിലേക്ക് ഇറങ്ങണം, പള്ളിയിൽ നിന്ന് പറ്റൂല. കമ്മിറ്റി മീറ്റിംഗ് ഒന്നും പള്ളിയിൽ കൂടാൻ പറ്റൂല, അതൊക്കെ പുറത്ത്. ഇതിനാണ് വിശാലമായ മദ്രസ, അല്ലെങ്കിൽ നല്ല മുറ്റത്തിൽ പന്തലൊക്കെ കെട്ടി ഉഷാറായിട്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും വീടിന്റെ ഡൈനിങ് ഹാളിൽ അവിടെയൊക്കെ ചേരാം. ഇത് മദ്രസല്ലേ? ആ മദ്രസ വിശാലമായ മദ്രസ. എത്ര സ്ഥലമുണ്ട് നാട്ടിൽ? ജനബോഡി ഞങ്ങൾ മൊത്തം 4 സ്ഥലം ബാക്കിയായിരിക്കും. അത്രയും വിശാലത, നല്ല സൗന്ദര്യമുള്ള വിശാലമായ കെട്ടിടം. അപശബ്ദങ്ങൾ വല്ലതും വരാൻ സാധ്യത ഉണ്ടായേക്കാവുന്ന ഒരു മീറ്റിംഗും നടക്കാൻ പാടില്ല. പള്ളിയെ കാത്തു സൂക്ഷിക്കേണ്ടതാണ്. പലയിടത്തും ശബ്ദങ്ങൾ ഉയർന്നുപോയി, പള്ളിയിൽ ഭൗതിക സംസാരങ്ങൾ ഉയർന്നുപോയി. നഊദുബില്ലാഹ്. പലരോടും ചോദ്യം ചെയ്യപ്പെടാൻ പറ്റാത്ത രൂപത്തിലായി പോയി. ചോദിച്ചുമ്പോഴേക്ക് മറുചോദ്യം വരെയാണ്. അത്ര കണ്ട് ബഹുമാനിക്കേണ്ടതാണ് പള്ളി. പള്ളിയിൽ രണ്ടുപേരും ഉയർന്ന ശബ്ദം അങ്ങോട്ടും ഇങ്ങോട്ടും ശബ്ദിക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്ന് വിരി നീക്കിയിട്ട് നോക്കി, ആരാണ് ഈ ശബ്ദിക്കുന്നത്? ഒന്ന് ബഹുമാനപ്പെട്ട കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ആണ്, മറ്റൊന്ന് ഇബ്നു ഹദ്റദ് എന്ന് പറയുന്ന മനുഷ്യനാണ്. എന്തേ കഅബ് ഇങ്ങനെ ഒച്ചണ്ടാക്കുന്നത്? കഅബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ, ഈ മനുഷ്യൻ എനിക്ക് കടം തരാനുണ്ട്, തരുന്നില്ല. ടൈമൊക്കെ കഴിഞ്ഞു പോയി, ഇത് തരാത്തതെന്താണ് ഞാൻ ചോദിച്ചപ്പോ അയാൾ പറഞ്ഞ മറുപടി ശരിയാതാക്കുമ്പോ എന്റെ സൗണ്ട് കൂടി പോയതാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പെട്ടെന്ന് ഇറങ്ങി വന്ന് ആ പ്രശ്നം രമ്യമായി പരിഹരിച്ചിട്ട് പറഞ്ഞു, കഅബേ, നിങ്ങൾ കടം കൊടുത്തു ശരിയാണ്, അവനൊരു പാപമല്ലേ, ഒന്ന് പകുതി നിങ്ങൾ വിട്ടുകൊടുക്കുമോ? കഅബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, തങ്ങൾ പറഞ്ഞതുകൊണ്ട് പകുതി ഞാൻ വിട്ടുകൊടുത്തു. ഇബ്നു ഹദ്റദിനോട് പറഞ്ഞു, പെട്ടെന്ന് പോയിട്ട് ബാക്കി പകുതി വീട്ടിയേക്കണം. ആ പ്രശ്നം രമ്യമായി പരിഹരിച്ച് തങ്ങൾ അവരെ പുറത്തിറക്കി വിട്ടു. പള്ളിയിൽ നിന്ന് സംസാരിക്കുന്നത് അത്രയും ഗൗരവത്തോടെ കണ്ടിരുന്നു.